ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടൊരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതിലോട്ട് ഞാൻ ഒരു 8 സവാള എടുത്തിട്ടുണ്ട്. അത്യാവശ്യം മീഡിയം സൈസിലുള്ളൊരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അരിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഒരു 6 തക്കാളി എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ അരിഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യം വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, പിന്നെ പച്ചമുളകൊക്കെ ആദ്യം തന്നെ ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അരിഞ്ഞു വെച്ച സവാളയും തക്കാളിയും ഞാനൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടോ. അത് എല്ലാം കൂടിയിട്ട് ഒരു 2 വിസിലടിക്കാനാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അത് മിക്സിയുടെ ചെറിയ ജാറിലെടുത്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതും കുക്കറിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നേരം നമ്മൾ വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ മെത്തേഡ് ഉമ്മ പറഞ്ഞതാണ് കേട്ടോ. ഉമ്മ പറയും നമ്മളിങ്ങനെ ഇളക്കി നിൽക്കണ്ടല്ലോ, ഇങ്ങനെ എല്ലാം കൂടിയിട്ട് നമുക്ക് 2 അടി അടിച്ച് നോക്കാമെന്ന്. അങ്ങനെ ഉമ്മ പറഞ്ഞൊരു രീതിക്ക് തന്നെയാണ് പിന്നീട് ഞാൻ എന്നും ചിക്കനും ബീഫൊക്കെ കിട്ടുമ്പോൾ വെക്കാറ് കേട്ടോ. അതിനുശേഷം ഞാൻ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മുടെ കുക്കർ വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അത് തുറന്ന് ഞാൻ അടുപ്പത്താണ് വെക്കുന്നത്. ചെമ്പട്ടി എടുത്ത് ചൂടായപ്പോൾ അതിലോട്ട് ഈ വഴന്ന സവാളയും എല്ലാം ഇട്ട് കൊടുത്തു കേട്ടോ. അതിനുശേഷം അതിലോട്ട് വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തു. പിന്നെ അടുപ്പത്ത് വെച്ചിട്ടുള്ള കറി എന്ന് വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതിലോട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ഞാൻ പിന്നെ ആദ്യം തന്നെ ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടോ. ഇത്ര പെട്ടെന്ന് മറ്റേ നമ്മൾ ആദ്യം സവാളൊക്കെ വഴന്ന് അതിന് ശേഷം തക്കാളി, അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് നേരം നമ്മൾ അടുപ്പത്ത് നിൽക്കണം. ഇതാകുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ മസാല ഒക്കെ ഇട്ട് കൊടുക്കാൻ ആദ്യം 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. അതിന് ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 2 ടീസ്പൂണ് മുളകും പൊടി കേട്ടോ. അത് മുളകും പൊടി കാശ്മീരി മുളകും പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമണക്കൊന്ന് മാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നാൽ നമുക്കിതിലോട്ട് 1 ടീസ്പൂണ് ഇല്ല, 1/2 ടീസ്പൂൺ, അതായത് നമ്മൾ ഒരു വലിയ ടീസ്പൂണാണ് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത്. പക്ഷേ കുഞ്ഞൊരു ടീസ്പൂണിന് 1 ടീസ്പൂണാണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാ മസാലകളും സെറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെറ്റായതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ച നമ്മുടെ ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനേക്കുള്ള ആവശ്യത്തിനുള്ള മസാലയാണ് കേട്ടോ ഞാനീ പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽക്കും കൂടുതൽ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മസാലയും പിന്നെ ഉള്ളിയും കാര്യങ്ങളും എല്ലാം അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കനും മസാലയൊക്കെ കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി സെറ്റായതിൻ്റെ ശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ഈ മസാലയൊക്കെ ഒന്ന് ചിക്കനും കൂടിയിട്ടൊന്ന് സെറ്റാവണ വരെ ഒരു 5 മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾക്ക് ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഇളക്കി നമുക്ക് ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഈ മസാല ഒന്ന് നന്നായിട്ട് ഇളക്കി സെറ്റാക്കണം. അതിനുശേഷം ഞാൻ 1 ഗ്ലാസും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ ചിക്കനേക്ക് 2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ അത്യാവശ്യം കറി വേണ്ട കാരണമാണ്. ഇല്ലാന്നെങ്കിൽ നിങ്ങൾ അധികം കറി വേണ്ട എന്നാണെങ്കിൽ 1 ഗ്ലാസ് വെള്ളം തന്നെ ധാരാളമാണ്. അങ്ങനെ നമുക്ക് ചിക്കൻ കറി ഇവിടെ സെറ്റാവാൻ പോകുന്നു. ഇതിലോട്ട് നമ്മൾ ലാസ്റ്റായിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടോ. നമുക്ക് ചെമ്പട്ടിയൊക്കെ മൂടി വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ആദ്യം നന്നായി തിളക്കണം. എന്നിട്ട് പിന്നെ ചെറിയ തീയിൽ തിളച്ച് നെയ്യൊക്കെ മേലെ നന്നായിട്ട് തെളിഞ്ഞു വന്നാൽ നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.